വലിയ വീട്ടിലും വന്ന് കൊച്ചുപിള്ളേരുടെ തീറ്റസാനം തട്ടി ഇവിടെ ഇവർക്കൊക്കെ നല്ല മിടുക്ക. ഓ നീ എന്റെ നാണം കെടുത്തുമല്ലോ. എനിക്ക് എപ്പോഴുള്ള ആഗ്രഹമാണ് വിജയ്. ഇത്ര ഐഡിയാസ് ഒക്കെ ഈ കുഞ്ഞി തലയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പോകാ. ഞങ്ങളുടെ സ്വന്തം അമ്മൂമ്മനെ പോലെ തന്നെയാണ്, പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. പെട്ടെന്നാണ് സംഭവിച്ചത്, എല്ലാരും ഞെട്ടിപ്പോയി. അത് കൊള്ളാന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട് രജീഷ വിജയൻ എൻ്റെ മുടി വെട്ടുന്നൊരു സീനുണ്ടായി. അപ്പോഴാണ് ഞങ്ങള് ഈ ക്യാൻസർ പേഷ്യന്റിനെ കൊടുക്കാന്ന് കളമശ്ശേരിയിലുള്ളത് കണ്ടത്. പോലീസ് ആകുമ്പോഴത്തേക്ക് ആക്ടിങ് കരിയർ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിനോട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ചെയ്യാവുന്നത്. മീൻസ് ഇപ്പോൾ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന 2-3 പേര് പറഞ്ഞായിരുന്നു മറ്റേ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ അമ്മമാര്. മീൻസ് ഞാൻ പറയണ മനസ്സിലായില്ലെങ്കിൽ അമ്മയാണ് പറയാറ്. അമ്മമ്മമാർ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു 1-2 ടോക്സ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മളെയൊക്കെ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്, നമ്മുടെ സ്വന്തം അൻസുമരിയ. ഹലോ. ഹായ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, ഇങ്ങനെയൊക്കെ പോണു. ഓക്കെ, പോണു. പഠിത്തമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോണു. ഓക്കെ. അപ്പോ ലാഫിംഗ് വില്ലയിൽ കൂടെ ആയിരുന്നു അൻസുവിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അല്ലെ? അതിനുശേഷം ഈ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ കോമഡി ഉത്സവം കട്ടറും അങ്ങനെ പ്രോഗ്രാമിലൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സാറുണ്ട്, ജയകൃഷ്ണൻ സാർ എന്നാണ് പേര്. സാറ് പറഞ്ഞു നീ ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഒരെണ്ണം തുടങ്ങാന്ന് വെച്ച് അങ്ങനെ ചെയ്തു വരുന്നു. ഓക്കെ. ഇപ്പൊ ഇത്ര ഐഡിയാസ് ഒക്കെ ഈ കുഞ്ഞി തലയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അങ്ങനെ ചോദിച്ചാ ജീവിതം മീൻസ് നമ്മള് ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ അത് പുതുക്കി പണിഞ്ഞ് ഓരോ കണ്ടന്റ് ആക്കും. മൂവീസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ആളല്ലേ? മൂവീസാണ് കൂടുതലും. ഓക്കെ. എങ്ങനെയാണ് ഇപ്പം ഈ കുഞ്ഞുനാൾ തൊട്ട് ആക്ടിങ് എന്നുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ UKG തൊട്ടേ അഭിനയിച്ചു തുടങ്ങിയായിരുന്നു. കുറച്ച് സിനിമയിലൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ആരാ കണ്ടുപിടിച്ച ഈ ആക്ടിങ് എന്നുള്ളൊരു സംഭവം ഉള്ളിലുണ്ടെന്നുള്ളത്? എൻ്റെ വീട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ് ആക്ടിങ്ങിന് ഒക്കെ. പിന്നെ ഒരു നഴ്സറി പ്ലേ സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു സിസ്റ്റേഴ്സ് ഞങ്ങൾ ഈ കലോത്സവമൊക്കെ ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിനൊക്കെ ചേർത്ത് പിന്നെ അവരങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? കുഞ്ഞുനാളോട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ തോന്നിയായിരുന്നു അൻസുവിന്റെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടെന്ന്? ഉണ്ടായിരുന്നു. എനിക്ക് ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഒരമ്മൂമ്മ ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത്, സ്വന്തം അമ്മൂമ്മയാണോ അതോ? ഞങ്ങളുടെ സ്വന്തം അമ്മൂമ്മനെ പോലെ തന്നെയാണ്, പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അതൊരു വ്യത്യാസം മാത്രമേ. ഞങ്ങളെ കുഞ്ഞിനെ തൊട്ട് വളർത്തിയതൊക്കെ ആന്റിയാ. അമ്മൂമ്മയാ, ഞങ്ങളുടെ എല്ലാവരുടെ അമ്മൂമ്മ തന്നെയാ. ഓക്കെ. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ ഐഡിയ വന്നപ്പോ അമ്മൂമ്മേനെയൊക്കെ ഉൾപ്പെടുത്താൻ എങ്ങനെയാ തോന്നിയേ? കണ്ടന്റ് ഒക്കെ എഴുതി വന്നപ്പോഴത്തേക്കും ഒരു അമ്മൂമ്മയുടെ കുറവുണ്ടായി. മീൻസ് ആരെങ്കിലും വേണല്ലോ. അപ്പൊ പിന്നെ ചുമ്മാ ഞങ്ങൾ ആദ്യം ഒരു തവണ സാറ്റുകളി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലാണ് ആദ്യം വിളിച്ചത്. അപ്പൊ ചുമ്മാ ആദ്യം തന്നെ ചെയ്യിപ്പിച്ചതിന് ഭയങ്കര റിയാലിറ്റി തോന്നി. എന്നിട്ട് പിന്നെ എല്ലാത്തിലും വരുത്തി, പിന്നെ കയറി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിത്തം കാര്യങ്ങൾ, ഇപ്പൊ സ്കൂളിൽ പോകുന്നതും ഈ കണ്ടന്റ് ക്രിയേഷൻ, ഇതിനൊക്കെ എപ്പോഴാ ടൈം കണ്ടെത്തുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ പഠിക്കുന്ന സ്കൂളും നേരത്തെ പഠിച്ചിരുന്ന സ്കൂളൊക്കെ എനിക്ക് നല്ലോണം സപ്പോർട്ട് തരുമായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ മീൻസ് പഠിത്തത്തിന്റെ കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും, ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ടൈം കണ്ടെത്തുന്നു. ആക്ട്രസ് ഭാമയെ പോലെ ഉണ്ട് കാണാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രല്ല, ഭാമ ആ ചേച്ചിനെ ആ ആക്ട്രസിനെ പോലെ മാത്രല്ല, അനശ്വര രാജൻ, നവ്യ നായര്, മറ്റേ കുറെ പേരുണ്ട്, നിഖില വിമലി, അങ്ങനെ കുറെ പേരെ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും എന്താന്നറിയില്ല, അത് ഓരോ ഡ്രസ് ഇടുമ്പോഴും ഓരോ ഹെയർ ഒക്കെ കെട്ടുമ്പോഴത്തേക്കും തോന്നിപ്പോണതാ ഞാൻ. ഓക്കെ. ഇപ്പൊ കള്ളനോട്ടം എന്ന് പറഞ്ഞ മൂവി നാഷണൽ അവാർഡ് വരെ വിൻ ചെയ്ത മൂവിയിൽ ഒരു പാർട്ടായിരുന്നു അല്ലേ? അതെ. അത് എങ്ങനെ ഇപ്പൊ ഓർക്കുമ്പോ, അത് എത്ര പ്രായമുള്ളപ്പോഴാ മൂവി ചെയ്തേ? അത് 3rd സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നത്. ഞങ്ങള് ലാഫിംഗ് വില്ലയില് ഞങ്ങളുടെ കൂടെ ചെയ്ത ഒരു സൂര്യദേവ് ഒരു അച്ചു കിച്ചു എന്നാണ് എനിക്ക് അറിയാവുന്നത്. ശരിക്കുള്ള പേര് അറിയത്തില്ല, മറന്നുപോയി.
അച്ചു കിച്ചെന്ന് പറഞ്ഞ ആ ചേട്ടന്മാരുടെ അമ്മ ഞങ്ങളെ വിളിച്ച്, ആ അമ്മയെ എൻ്റെ അമ്മയായിട്ട് നല്ല കൂട്ടായിരുന്നു. അവരെ ഞങ്ങളെ വിളിച്ച്, അവരാണ് അവരും ഞാനുമാണ്, ആ 3 പേരാണ് മെയിൻ. അപ്പോൾ രാഹുൽ റജി അങ്കിള് സാറ് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച്, എന്നിട്ട് അവിടെ അഭിനയിച്ചു. അവരാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോ സിനിമ ഇപ്പം ദിലീപേട്ടന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ കേട്ടത് ദിലീപേട്ടന്റെ നായികയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതെങ്ങനെ ആ ഒരു ആഗ്രഹം വന്നേ? എനിക്ക് മീൻസ് നമുക്കൊരു ഇഷ്ടമുള്ള ഒരു ആക്ടർ ഉണ്ടാവില്ല. അപ്പൊ മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദിലീപേട്ടനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദിലീപേട്ടനോട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കേശുവിലങ്ങാട്? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ടന്റെ കൂടെ? നല്ല രസമുണ്ടായിരുന്നു. അതൊരു എനിക്കൊരു ആഗ്രഹം വരുന്നത്. പറഞ്ഞോ ദിലീപേട്ടനോട് എനിക്ക് നായിക? അതെ, നായികയാണെന്നല്ല, എനിക്ക് ചെയ്യണം എന്നൊക്കെ, എനിക്കൊരു സിനിമ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ദിലീപേട്ടനായിട്ടുള്ള ഒരു ഫേവറേറ്റ് മെമ്മറി ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? കേക്ക് മുറിക്കുന്ന മീൻസ് ഞങ്ങള് 3 തവണ ഒരുമിച്ച് കേക്ക് മുറിച്ചിട്ടുണ്ട്. അത് ഒരു തവണ ലാഫിംഗ് വില്ലയില് ദിലീപേട്ടൻ വന്നപ്പോ കേക്ക് മുറിച്ച്, പിന്നെ മൈസാന്റെ ഒരു ലാസ്റ്റത്തെ ചെയ്യുന്ന പ്രൊമോഷൻ അങ്ങനത്തെ ഒരു സംഭവത്തിന് വന്നപ്പോഴത്തേക്ക് കേക്ക് മുറിച്ച്, പിന്നെ കേശവണ്ണനാഥന്റെ പാക്കപ്പ് ലാസ്റ്റ് ടൈം ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ച് കേക്ക് മുറിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് ആരാ? സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ ജയകൃഷ്ണൻ സാറുണ്ട്, പിന്നെ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫാമിലീസിനോടൊക്കെ ചോദിക്കും, അവരോരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും, സജഷൻസ് ഒക്കെ പറഞ്ഞുതരും. സാറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പൊ നല്ലപോലെ മില്യൺ വ്യൂസ് ഒക്കെ പോകാറുണ്ടല്ലേ? അത് കാണുമ്പോ എന്താ തോന്നാറ്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇത് ചെയ്യാ. അതെ, നമ്മള് കഷ്ടപ്പെട്ടതനുസരിച്ച് ഒരു തിരിച്ചു കിട്ടുന്നുണ്ടെന്നാണ് നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. പിന്നെ കോമഡി ചെയ്യുന്ന ഗേൾസ് ഇൻഫ്ലുവൻസേഴ്സ് വളരെ കുറവല്ലേ? അപ്പോ കോമഡി ജോണർ ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്തായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ആക്ഷനും കോമഡിയാണ് ഒന്നാമത്തെ ഇഷ്ടം. ഈ സീരിയസിനേക്കാളും കൂടുതൽ കോമഡികളാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ കണ്ടന്റ് എല്ലാം മിക്കവരും കോമഡി അല്ലേ ആണ് ചെയ്യാൻ വെച്ച്. കോമഡിയാണ് ഇഷ്ടം. കോമഡി പേഴ്സൺ ആണെന്ന് തോന്നുന്നല്ലേ റിയൽ ആയിട്ട്? ഇവിടെ ഇച്ചിരി സീരിയസ് ആണെന്ന് തോന്നുന്നു. അതെ, അത്യാവശ്യം സീരിയസ് ഒന്നല്ല, അത്യാവശ്യം കോമഡിയൊക്കെ തന്നെ. കൂട്ടുകാരടക്കി വീട്ടുകാരടക്കൊക്കെ ചളി കടിക്കും. ഓക്കെ, ഇപ്പൊ ഒരു സിറ്റുവേഷൻ നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ചെയ്യും? അപ്പൊ സ്കൂളില് ലേറ്റായി, ക്ലാസ്സിൽ ലേറ്റായി, അപ്പൊ ടീച്ചർ ഇപ്പൊ ലേറ്റായി, ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, ലേറ്റായി വന്നു, എന്താ ലേറ്റായി എന്ന് ചോദിക്കാണ്, എങ്ങനെയായിരിക്കും? എനിക്കിഷ്ടമുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം. ടീച്ചർ ആരാ? ഞാൻ ടീച്ചറാണ്. ചോദിക്കാതെ ഇങ്ങോട്ട്. ഓക്കെ, അൻസു എന്താ ലേറ്റ് ആയത്? അത് ബസ് കിട്ടിയില്ല. അൻസുന് മാത്രം എന്താ ഒരു ദിവസം ബസ് കിട്ടത്തില്ലല്ലോ? ഞാൻ എന്ത് ചെയ്യാൻ, അവിടെ ഗേറ്റ് അടവായിരുന്നു. പിന്നെ ബസ് പാതിയപ്പോഴാ വന്ന്. ഗേറ്റ് അടവോ? ഞങ്ങൾ ലൈൻ ബസ്സിന് വന്നോണ്ട് ആദ്യത്തെ ദിവസം വിട്ടുപോയി. 2ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും അവിടെ ഗേറ്റ് അടവായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? അൻസുന് എന്നും ഇതുപോലെ ഓരോ എക്സ്ക്യൂസസ് ആണ്. ഒരു ദിവസം ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് വരത്തില്ലല്ലോ. അത് ഓരോ സിറ്റുവേഷൻ കാരണല്ലേ ടീച്ചറെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ശരിക്കും റിയാക്ട് ചെയ്തേ? ടീച്ചർമാർക്ക് അങ്ങനെ അറിയായിരിക്കും. അങ്ങനെ കട്ടായിട്ട് വരുന്നതാണെങ്കിലും ഒന്നെങ്കിൽ ഷൂട്ടായിരിക്കും, അല്ലെങ്കിൽ വൈകി വന്നേക്ക് മെയിൻ കാരണം ഞങ്ങളുടെ അടുത്ത ഗേറ്റ് തന്നെയാണ് കൊണ്ട് അറിയായിരിക്കും. ഓക്കെ, എനിക്ക് നമുക്ക് വേറൊരു സിറ്റുവേഷൻ പിടിച്ചാലോ? വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്താൻ ലേറ്റായി, അമ്മയാണ് ഞാൻ. ഓക്കെ, അൻസു എവിടെ ആയിരുന്നു ഇത്ര നേരം? സ്കൂളിലായിരുന്നു. സ്കൂളിൽ ഇത്ര നേരം? സ്കൂള് 3:30 വിടുന്നല്ലേ, ഇപ്പൊ 5:30 ആയില്ലേ? ഇത്ര നേരം എവിടെ ആയിരുന്നു? അത് ഇന്ന് NCC ഉണ്ടായിരുന്നു. ആരാ? NCC ടീച്ചർ. ഞാൻ ടീച്ചറിനെ വിളിച്ച് ചോദിക്കും, ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ടീച്ചർ ഇന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരെയൊക്കെ പിടിച്ചിരുത്തി. നിന്റെ കൂട്ടുകാരും പിടിച്ചിരുത്തിയോ? അതെന്താ? അൻസുന്റെ കൂട്ടുകാരെ മാത്രം എപ്പോഴും ടീച്ചർമാരുടെ നോട്ടപ്പുള്ളിയാണല്ലോ. അത് നോട്ട് കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. അതിന്റെ വരുമാനം കുറച്ച് ഉപദേശം. എന്തുകൊണ്ടാണ് നോട്ട് കംപ്ലീറ്റ് ആക്കാഞ്ഞത്? നിനക്ക് എന്തായിരുന്നു അവിടെ പരി? ഇത്രയും വലിയ നോട്ട് ഒരുമിച്ചെന്ന് ഞാൻ എങ്ങനെ എഴുതാനാ? ഒരു ചാപ്റ്ററിൽ ഒരു 6 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. മലയാളം ഫസ്റ്റ്.
എനിക്കിപ്പോൾ അറിയണം ലേറ്റ് ആയതിൻ്റെ റീസൺ, എനിക്ക് കറക്റ്റ് റീസൺ ഇപ്പോൾ അറിയണം. സത്യം പറഞ്ഞു എൻ്റെ അടുത്ത്. നടന്നു വന്നപ്പോ അവളുടെ കാല് ചെറുതായിട്ട് വേദനിച്ചായിരിക്കും. എന്തൊക്കെ എക്സ്ക്യൂസ് ആണ് പറയുന്നത് നീ? ഞാനെന്ത് ചെയ്യാനാ, ടീച്ചറെ പിടിച്ചെടുത്തെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പതിയെ നടന്നു വന്നേ, നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് പതിയെ നടന്നു വന്നു. മതി. എന്റെ മുന്നേ വൻ നാച്ചുറൽ ആക്ടർ ആട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇപ്പം ഇങ്ങനെയാണോ പ്ലാൻ ചെയ്യല്? ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അത് കുറെ ഇരുന്ന് ആലോചിച്ചിട്ടായിരിക്കും. ഇതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടായിരിക്കും എഴുതുന്നത്. കണ്ടന്റിന്റെ ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാ കിട്ടല്? ഞാൻ ഡെയിലി ലൈഫിൽ നിന്ന് ഓരോ സോറി ഞാൻ എന്റെ കൂട്ടുകാര് ഈ കൂട്ടുകാർ പറഞ്ഞ ഓരോ ചെറിയൊരു കൗണ്ടർ ആയിരിക്കും ചിലപ്പോൾ നന്നായിട്ട് തോന്നുന്നത്, അതൊക്കെ എടുത്ത് അടിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും അൻസുന്റെ ശരിക്കുള്ള ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഒരു ഫിലിം മേക്കർ ആവണമെന്നുണ്ട്, ഒരു നല്ലൊരു ആക്ടർ ആവണമെന്നുണ്ട്, ഡയറക്ടർ ആവണമെന്നുണ്ട്. നല്ല അങ്ങനെയുള്ള ഈ ഡിറക്ഷന്റെ ഐഡിയ എങ്ങനെയാ വന്നത്? ഡയറക്ടർ എന്നുള്ള ഒരു ആഗ്രഹം മിക്കുള്ളവർക്കും കുറവാണ്, പകുതി ആൾക്കാർക്കും. ഞാൻ സിനിമ ആക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും ഡയറക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കും അങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നൊരു തോന്നിയത്. ഡയറക്ടേഴ്സിനെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു ആഗ്രഹം വന്നത്? കാരണം ഡയറക്ടറിന്റെ കഴിവാണല്ലോ മെയിനായിട്ട് സിനിമയിലുള്ളത്. ആരാണ് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? മെയിനായിട്ട് എനിക്ക് ജയകൃഷ്ണ സാറും ഉണ്ട്, എൻ്റെ ഫാമിലിയും ഉണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്കിപ്പം നമ്മുടെ കേഫർ കല്യാണം സോങ് റീക്രിയേറ്റ് ചെയ്ത് ഭയങ്കര വ്യൂസിലേക്ക് പോയായിരുന്നു അല്ലേ? ഭയങ്കര ഒരു വൈറൽ സ്റ്റാർ ആയിരുന്നു. ആ റീക്രിയേഷൻ നിങ്ങൾ എത്ര നേരം എടുത്താണ് ചെയ്തത്? രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് രാത്രി വരെ ലൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങക്ക്, അതിനുവേണ്ടി ലൈറ്റ് എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് രാത്രി വരെ ചെയ്തു. രാത്രി അത്ര രാത്രിയില്ല, ഒരു 7 മണി വരെ. 7 മണി വരെ. 7-6 മണി. ഓക്കെ, അപ്പൊ അത്രയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അത് ഡയറക്റ്റ് ചെയ്ത് തരാം? അത് ഞാൻ തന്നെ. ഓക്കെ, ഇത് ഈ കുട്ടി സകലകല വല്ലഭയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകളും ചലഞ്ചസും ഒക്കെ ഉണ്ട്? നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മീൻസ് പറയണ കേട്ട് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ അത്രയ്ക്ക് എഫർട്ട് എടുക്കേണ്ടി വന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് ക്യാമറ ഒക്കെ എന്റെ ചേച്ചി ചെയ്ത അന്നാവരിയ ചേച്ചിയൊക്കെ വരച്ചത്, കുഴപ്പമില്ലായിരുന്നു. ചേച്ചിയാണ് ക്യാമറ ചെയ്തത്. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷനിൽ ബാക്ക് സപ്പോർട്ട് ആരാ? അതായത് ക്യാമറ അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നത്? എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാ. ക്യാമറ ഞാൻ സ്റ്റാൻഡിലാണ് വെച്ചെടുക്കുന്നത് മിക്കതും. അപ്പൊ അമ്മയോ ചേച്ചിയോ പപ്പായൊക്കെ ഫോക്കസ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാ. ഓക്കെ, അപ്പം ഈ ഇപ്പൊ നിങ്ങളെല്ലാം കോമഡി ഫൺ സബ്ജക്ട്സ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. എത്ര ടേക്ക് ഒക്കെ പോവും? എത്ര വട്ടം ചിരിച്ചിട്ട് നിർത്താറുണ്ട്? ചിരിച്ചിട്ട് ഒന്നും എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ ഫണ്ണല്ലേ ചെയ്യുന്നേ, ഇപ്പൊ നമുക്ക് ചിരി എടുത്തില്ലേ ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക്? അങ്ങനെ എണ്ണാറൊന്നുമില്ല, എണ്ണാറൊന്നുമില്ല. ചിരി വരുന്ന ചിരിക്കും. അങ്ങനെ ഒരുപാടൊക്കെ പോവാറുണ്ടോ? അതോ ഒരുപാടൊന്നും പോവാറില്ല, 1-2 ടേക്ക് ആവും. 1-2 ടേക്കിലൊക്കെ ആക്കും. അത്യാവശ്യം 1-2 3 4. അത് ഓരോരുത്തർ ചെയ്യുന്നതനുസരിച്ചിരിക്കും, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. മാക്സിമം നന്നാക്കാൻ നോക്കത്തില്ലേ, അതുകൊണ്ട് വീണ്ടും ടേക്ക് പോകും. അപ്പോ മടി കൂടാതെ എല്ലാരും ഇപ്പൊ കുറെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കണ്ടു. ഇവരൊക്കെ ആരാണ്, എവിടെ നിന്നാണ് കിട്ടുന്നത് ഇവരൊക്കെ? എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. എന്റെ സ്കൂളിൽ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിലുള്ളവരും എന്റെ ഇപ്പൊ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ട്. അൻസുനോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ ആരെങ്കിലും ഒക്കെ, ഇപ്പൊ എന്നെയും കൂടെ ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തുവോന്ന് ചോദിക്കാറുണ്ടോ നാട്ടിലുള്ള? ചോദിക്കാറുണ്ട്. കുറച്ച് അങ്കിൾമാരും ആന്റിമാരൊക്കെ ചോദിക്കാറുണ്ട്. മാക്സിമം ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണല്ലോ അൻസിന്റെ കണ്ടന്റ് ക്രിയേഷൻ. അതെന്താണ് കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നാനുള്ള ഒരു കാര്യം എന്താ? ഒന്ന് ശാന്താമ്മ വന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും കൂടെ ആഗ്രഹം തോന്നി. അങ്ങനെ വലിയവരിങ്ങനെ അമ്മമാരൊക്കെ ചെയ്യുന്നത് കുറവാണല്ലോ. അപ്പോ അവരുടെ ശാന്താമ്മയുടെ കൂട്ടുകാരാണ് അതിനകത്ത് വന്ന അമ്മമാരെല്ലാവരും. ശാന്താമ്മ ചെയ്തുകൊണ്ടപ്പോഴത്തേക്കും കുറെ പേർക്ക് ആഗ്രഹം തോന്നി, ഞങ്ങളോടൊന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും അതിനനുസരിച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും വേണ്ടേ ചാൻസ്.
അങ്ങനെ വിചാരിക്കുന്ന ആളാണല്ലേ എല്ലാരും. എന്റെ ഒപ്പം എല്ലാവരും വലുതാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ. എല്ലാവർക്കും ഓരോ ഡ്രീം ഉണ്ടല്ലോ. എല്ലാരും നല്ല ചാൻസ് കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോ കണ്ടന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ പെർമിഷൻ തരാറുണ്ടോ ടീച്ചർമാരൊക്കെ? ഉണ്ട്. ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാ. എപ്പോഴും കാണുമ്പോൾ പറയും അടിപൊളിയായിരുന്നു മറ്റേ വീഡിയോ, അങ്ങനെയൊക്കെ പറയും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ ഫോൺ പോലും കൊണ്ട് സമ്മതിക്കില്ലായിരുന്നു. സ്കൂൾ ടൈമിലല്ല ചെയ്യുക, ഞങ്ങൾ സ്കൂൾ ടൈം ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലാതെ സ്കൂളിൽ ഒരു ദിവസം ലീവായിരിക്കും, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. ലീവ് ഞായറാഴ്ച ശനിയാഴ്ചയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാറ്. ഓക്കെ, അപ്പൊ സ്കൂളിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് സ്കൂളിൽ പോയി ഷൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പൊ സ്കൂളിലെ ഒരു റുട്ടീനും ഈ കണ്ടന്റ് ക്രിയേറ്റ് ഇപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ ആയിരിക്കും ഈ ഷൂട്ടിങ് ചെയ്യല്? മെയിനായിട്ടും ഹോളിഡേയ്സിലാണ്, ശനിയാഴ്ച ഞായറാഴ്ച. വെക്കേഷൻ ആണെങ്കിൽ മിക്ക ദിവസം ഒരാഴ്ച 3 തവണയൊക്കെ ചെയ്യും. വെക്കേഷൻ ആണെങ്കിൽ ഞായറാഴ്ച ശനിയാഴ്ചയാണ് മെയിനായിട്ട്. ശനി ഞായറും ആണ് ഷൂട്ടിങ്. ബാക്കി ഇപ്പൊ ഏത് കണ്ടന്റ് ആണെങ്കിലും ശനി ഞായറും ആണോ? ചില ദിവസങ്ങളിലൊക്കെ അവധി കിട്ടുമായിരിക്കുമല്ലോ, അന്നൊക്കെ ചെയ്യും. പഠിത്തം ക്ലാസ് മിക്സ് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല? ഇല്ല. അത് കൂടെ കൊണ്ടുപോകണല്ലോ. ഓക്കെ, അപ്പോ ഇനി മൂവീസ് വരികയാണെങ്കിൽ ആരുടെ കൂടെ ആക്ട് ചെയ്യാനായിട്ട് ഇഷ്ടം? എനിക്ക് വിജയുടെ കൂടെ ആക്ട് ചെയ്യാൻ ഒരു ഇഷ്ടമുണ്ടായി. പിന്നെ വിജയ് തമിഴ് ആക്ടർ വിജയ്. ഓക്കെ, സാറ് പടം നിർത്തുവാണല്ലോ. അതാ എനിക്ക് ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യണമെന്ന് ഇനി എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ആക്ടേഴ്സിനോട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത്ര തന്നെ. ഇപ്പൊ ഏതെങ്കിലും മൂവീസിന് കോളൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ അടുത്തതിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അണലി എന്ന് പറഞ്ഞ മിഥുൻ മാനുവൽ സാറിന്റെ ഒരു വെബ് സീരീസ് ചെയ്തു. പിന്നെ സൂപ്പർ ജുന്നി എന്ന് പറഞ്ഞ പടം ഇറങ്ങാനുണ്ട്. അങ്ങനെ കുറച്ച് പടം 2-3 പടം ഇറങ്ങാറുണ്ട്, ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ K4 കല്യാണം ഇത്രയും മില്യൺ ഹിറ്റ്സ് വ്യൂസ് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഒട്ടുമില്ല. ഞങ്ങള് ചുമ്മാ ജസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ടാവും വ്യൂവേഴ്സിന്റെ ഒക്കെ അറിയാൻ വേണ്ടിട്ട്. പെട്ടെന്നാണ് സംഭവിച്ചത്, എല്ലാരും ഞെട്ടിപ്പോയി. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ ഇത്രയും വ്യൂസ് ഇങ്ങനെ കയറി പോകുന്നതാണപ്പോ? കയറിപ്പോകുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് നല്ല സന്തോഷം, ഭയങ്കര അത്ഭുതം തോന്നി. ആരെയൊക്കെ വിളിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്? നല്ലതായിരുന്നു വീഡിയോ എന്നൊക്കെ പറയാൻ വിളിച്ചായിരുന്നു. പിന്നെ ഇത് കാരണം വീഡിയോ ചെയ്യുന്ന കാരണം പോത്തീസിന്റെ ഒരു ആഡൊക്കെ കിട്ടി. ഓക്കെ, അപ്പൊ അച്ചീവ്മെന്റ്സ് ആണ് കൂടുതലും. അതെ. അപ്പോ പപ്പയാണെന്ന് തോന്നുന്നല്ലേ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് പപ്പായാണ്, പക്ഷെ സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. എല്ലാരും അങ്ങനെ വിട്ടു പറയത്തില്ല അല്ലേ? ഇല്ല, എല്ലാവരും ഒരുപോലെയാ. ഇപ്പോ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ വീട്ടില്, ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവരുമായിട്ടൊക്കെയുള്ള ബോണ്ട് എങ്ങനെ? ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് എൻ്റെ ബ്രദർ ഞാൻ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ വീട്ടിൽ വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കളിയാക്കുമായിരുന്നു, ആട് കരയുന്ന പോലെ പാടുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, അതോ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് മാത്രമാണോ? സപ്പോർട്ട് മാത്രമൊന്നുമല്ല. ഇപ്പൊ ചേട്ടാ UK ആയതുകൊണ്ട് UK-ലാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിലാണെങ്കിലും ഞങ്ങള് 3 പേരും അത്യാവശ്യം അടിയിടിയൊക്കെ തന്നെയാണ്, കളിയാക്കലൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലായിടത്തും ഉള്ളതായതുകൊണ്ട് പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ സബ്ജക്ട്സ് ഒക്കെ? ചേച്ചി എടുത്ത് പറയാറുണ്ടോ? എല്ലാവരോടും പറയാറുണ്ട്. എല്ലാവരോടും എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയിലുള്ള എല്ലാവരോടും. ഒരു സബ്ജക്റ്റ് നിങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുമോ? എങ്ങനെ? ഒരു കണ്ടന്റ് കിട്ടിയത് അപ്പൊ ഞാൻ എൻ്റെ രീതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇവരെ കുറെ സജഷൻസ് തരും. സാറും കുറച്ച് ഓരോരോ ഐഡിയ പറഞ്ഞുതരും, അതങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് സാറാണ് കൂടുതലും ഐഡിയാസ് ഒക്കെ തരാറ്. ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ, അതെവിടെ നിന്നാ കിട്ടിയേ? ലൈക് സ്നാക്സ് എടുക്കാൻ പോകുന്നത്. അത് ഞങ്ങള് ശാന്താമ്മ ഓൾറെഡി കുടുംബശ്രീയിലുള്ളതാ. അപ്പൊ അത് വെച്ച് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും പിന്നെ സ്നാക്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും. ഓക്കെ, ഇപ്പൊ ഇതുവരെ ചെയ്ത മൂവീസ് ഏതൊക്കെയാ? ഇതുവരെ ചെയ്തത് ജാനേമൻ, നേരത്തെ പറഞ്ഞ കള്ളനോട്ടം, ലവ് ആക്ഷൻ ഡ്രാമ, ആദ്യരാത്രി, 21-ാം നൂറ്റാണ്ട്, പിന്നെ കേശുണ്ടനാഥൻ, കൊള്ള, ഗോൾഡ്, അങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ കുറച്ച് അധികം മൂവീസ് ഉണ്ടല്ലേ? ഇത് പറയാത്ത സിനിമയിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ജാനേമനിലൊക്കെ ഇൻവൈറ്റ് ചെയ്തതാരാ? എങ്ങനെയാണ് കോൾസ് വരുന്നത്? ജാനേമനില് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങള് കേശുണ്ടനാഥനിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഗണപതി ചേട്ടൻ ഉണ്ടായി. ഗണപതി ചേട്ടനാണ് ഞങ്ങളെ ജാനേമനിലോട്ട് വിളിച്ചത്. അപ്പൊ എങ്ങനെയാ ശരിക്കും നോർമലി എങ്ങനെയാ അൻസുവിന്റെ മൂവിക്കുള്ള കോൾസ് ഒക്കെ വരല്? മെയിനായിട്ടും ഓരോ സിനിമയിൽ പോയി അവര് കണ്ടു വിളിക്കുന്നതാണ് മെയിനായിട്ടും. അപ്പോൾ അൻസു കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ആക്ടിങ്ങിലൊരു
ഇതുണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ? LKG പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്നെ അമ്മയും പപ്പായും എന്നെ 9 ഒരു പ്രോഗ്രാമിൽ ചേർത്ത്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ട്, പ്രസംഗം, സ്പീച്ചും, അങ്ങനെ കുറെ എന്തൊക്കെയോ പരിപാടി. അവര് പറഞ്ഞ കേട്ടാണ്, എനിക്ക് കാരണം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് പരിപാടിയിലൊക്കെ ചേർത്ത്. എന്നിട്ട് ഇവര് വിചാരിച്ചില്ല, ഇവര് ചുമ്മാ ചേർത്തേ. പക്ഷെ ഞാൻ കൊണ്ട് തകർത്ത്. ഒരു 9 പരിപാടിയിൽ 7 എണ്ണത്തില് ഫസ്റ്റും കിട്ടി, ബാക്കി 2 എണ്ണത്തിലും സെക്കൻഡും കിട്ടി എന്നൊക്കെ പറയുന്നു. അപ്പൊ തൊട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവർക്ക് എനിക്ക് കഴിവുണ്ടെന്ന് ഇവരപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് കുട്ടിപ്പട്ടാളത്തിലൊക്കെ പോയിട്ടുണ്ടോന്നല്ലോ സുബി ചേച്ചിയുടെ കൂടെ ഇല്ലേ? അത് പോയി അവര് സെലക്ട് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ചെല്ലാനൊക്കെ റെഡിയായി, എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് കുട്ടിപ്പട്ടാളം നിന്നുപോയി അപ്പൊ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാഫിംബിലെ കയറി, ലാഫിംബിലെ കുറച്ച് സ്കിറ്റൊക്കെ ചെയ്ത്, പിന്നെ കട്ടുറുമ്പിൽ കയറി, കട്ടുറുമ്പിലും സ്കിറ്റൊക്കെ ചെയ്ത്, പിന്നെ കോമഡി വന്ന്, കോമഡി സ്കിറ്റൊക്കെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറുണ്ട്, ജയകൃഷ്ണൻ സാറ്, ഞാൻ പറഞ്ഞില്ലേ, ആ സാറാണ് നീ കണ്ടന്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ സാറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെയാണ് കണ്ടന്റിലോട്ട് വന്നത്. അപ്പൊ ഈ ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നൊരു ഫോട്ടോയും പോസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ സംഭവിച്ചേ? അത് കൊള്ളാന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട് രജീഷ വിജയൻ എൻ്റെ മുടി വെട്ടുന്നൊരു സീനുണ്ടായി. അങ്ങനെ എൻ്റെ മുടി വെട്ടി അവിടെ വെച്ചേക്കുവായിരുന്നു. എന്നിട്ട് അവര് ചോദിച്ചു ആ മുടി കൊടുക്കാവോന്ന് ചോദിച്ചു. ആ സിനിമയുടെ ആൾക്കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് അപ്പോഴാണ് ഞങ്ങള് ഈ ക്യാൻസർ പേഷ്യന്റിനെ കൊടുക്കാന്ന് കളമശ്ശേരിയിലുള്ളത് കണ്ടത്. അപ്പൊ പപ്പ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ. എന്നിട്ട് അവര് ക്യാൻസർ ഡേ ഇല്ലേ, ക്യാൻസർ ഡേ അന്ന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ച്, എന്നെയും സീമാജി ആൻറ്റീനെയും പിന്നെ കളക്ടർ ആൻറ്റീനെ മാഡത്തിനെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഗസ്റ്റ് ആക്കി വെച്ചിട്ട് ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഫംഗ്ഷൻ പോലെ നടത്തി. ഈ സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടാവാറില്ല അൻസുന് ചെയ്യുമ്പോ? അങ്ങനെ വെച്ചാ ഭയങ്കരമായിട്ടൊന്നുമില്ല, നന്നാവണേന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോ അൻസുന്റെ ഇപ്പൊ ഇതുവരെ കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ, കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു, മൂവീസിൽ അഭിനയിച്ചു, സ്റ്റേജസിൽ ഒരുപാട് പെർഫോം ചെയ്തു. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന മെമ്മറി എന്താ ഇപ്പം ഇതിനകത്തെല്ലാം നോക്കുകയാണെങ്കിൽ? ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിച്ച മൊമെന്റ് ഏതായിരിക്കും? എല്ലാത്തിലും ഉണ്ട്. മീൻസ് ഇപ്പോൾ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും നല്ല സന്തോഷം ഉണ്ടാവും. പിന്നെ വീഡിയോയിലാണെങ്കിൽ ഓരോ വീഡിയോ പ്രതീക്ഷിക്കാതെ ഓരോന്ന് 1 million അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവും. പിന്നെ സിനിമയിലെ വെച്ച് നോക്കുക, സിനിമയില് അവര് കള്ളനോട്ടം അത് മീൻസ് ഒരു അവാർഡ് ടൈമില്ലേ, ആ സമയത്തേക്കും അതിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എവിടെയൊക്കെ പോകുമ്പോ ആളുകളൊക്കെ തിരിച്ചറിയാറുണ്ടോ? ഉണ്ടായി. ചിലയിടത്തൊക്കെ പോയപ്പോഴത്തേക്കും ഞാന് സ്കൂളിന്റെ ഇതായിട്ട് ബൾബ് സംബന്ധിച്ചൊരു സ്ട്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന 2-3 പേര് പറഞ്ഞായിരുന്നു, മറ്റേ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ഒരു ശാന്താമ്മയോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, മറ്റേ ആ കൊച്ചിന്റെ വീഡിയോയിലുള്ള എന്നൊക്കെ. കഴിഞ്ഞ ദിവസം പറയണായിട്ട് എന്താ ബസ് കയറാൻ നേരത്ത് ഏതോ ഒരു ചേട്ടൻ, അറിയാത്തൊന്നുമില്ല, വേറെ ആരോ വന്നിട്ട് മറ്റേ വീഡിയോയിലൊക്കെ ഉള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നോട് കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാത്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് ചോദിക്കുമ്പോ എന്താ തോന്നാറ്? അത്ര ഫേമസ് ആയി എന്നൊക്കെ തോന്നും. ഓക്കെ. ഇപ്പൊ ഇത് തുടങ്ങുമ്പോ വിചാരിച്ചിട്ടോ ഇത്രയും ഫേമസ് ആവുമെന്ന്? ഒട്ടുമില്ല. ഇല്ല. ആവണമെന്നുണ്ടായി, പക്ഷെ പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്ന, ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ചെയ്യാറ് അല്ലേ? അല്ല, എല്ലാത്തിലും ഒരുപോലെ ഇടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കയറുന്നത് ഇൻസ്റ്റയിലാണ്. ഓക്കെ. ഇപ്പം യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം വ്ളോഗ് അങ്ങനത്തെ പരിപാടികൾക്ക് താല്പര്യമുണ്ടോ? അതോ അങ്ങനത്തേക്കാളും കൂടുതൽ വീഡിയോ ക്രിയേഷൻ ആണ്. വ്ളോഗ് ഇഷ്ടമാണ് കേട്ടോ, ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നെക്കാളും കൂടുതൽ ക്രിയേഷൻ തന്നെയാണ്, വീഡിയോ ക്രിയേഷൻ തന്നെയാണ് താല്പര്യം. മോസ്റ്റ് യൂസ്ഡ് എഡിറ്റിംഗ് ആപ്പ് ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്? എനിക്ക് എഡിറ്റിങ്ങും അല്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഈ വീഡിയോ ക്രിയേഷൻ അല്ലാതെ ഇപ്പൊ നമ്മള് ക്ലാസിക്കൽ ചെയ്യണേ, അല്ലാത്ത എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്. മെയിനായിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റിംഗ് ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടും ആണ്. പിന്നെ അല്ലാത്ത എഡിറ്റിങ്ങിന് ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്യാപ്കട്ട്, ഇൻഷോട്ട്, VN. ഇപ്പൊ വലുതാകുമ്പോ എഡിറ്റിംഗ് പഠിക്കണം, അങ്ങനെ ഇന്ന സംഭവങ്ങൾ പഠിക്കണം, സ്പെസിഫിക് ആയിട്ട് കളർ ഗ്രേഡിങ് അതൊക്കെ പഠിക്കാനിരിക്കുക. ഇത് എല്ലാം കൂടെ എങ്ങനെ പഠിക്കും? ഡയറക്റ്റ് ചെയ്യണം,
എഡിറ്റിങ്ങിന് പഠിക്കണം, ഇതൊക്കെ എപ്പോൾ പഠിക്കും? പഠിക്കണം. അല്ല, അത് എവിടെയെങ്കിലും പോകണം, കുറച്ചുകൂടെ വലുതായിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ മീൻസ് പഠിക്കണം. കമ്പ്യൂട്ടർ ലാപ്പിലൊക്കെ ചെയ്ത് പഠിക്കണം. ഈ ഇപ്പം നമ്മുടെ ടെക്നിക്കൽ മൂവി റിലേറ്റഡ് അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ തന്നെയാണോ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ? എഡിറ്റിംഗ് ഭാവിയിൽ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റൊക്കെ ചെയ്ത് നല്ലൊരു എഡിറ്റിംഗ് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടില്ല, നല്ല റെസ്പോണ്ടൊക്കെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സിനിമ എഡിറ്റിങ് ഇഷ്ടമാണ്, അതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ എഡിറ്റിംഗ് ആണ്. ഏതാണ് പാട്, ഫിൽമിംഗ് ആണോ എഡിറ്റിംഗ് ആണോ പാട്? ഫിലിമിങ് തന്നെ ആയിരിക്കും. ഫിൽമിംഗ് ആണ് പാട്. എഡിറ്റിങ് പിന്നെ കുറച്ചും കൂടെ മീൻസ് കുറെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് സിമ്പിളാ, അത്ര വലിയ പാടില്ല. ഭാവിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരാളെ മോഡലാക്കാൻ കിട്ടിയ ആരെയാക്കും? എനിക്ക് എപ്പോഴുള്ള ആഗ്രഹമാണ് വിജയ്, അത് ഉണ്ട്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ ദിലീപേട്ടൻ. മഞ്ജു ചേച്ചി അങ്ങനെ ഒരു ചാൻസ് തരുകയാണ് ഇപ്പം അൻസു ഡയറക്ട് ചെയ്യുന്ന മൂവിയിൽ മഞ്ജു ചേച്ചി ആക്ട് ചെയ്യാൻ വരികയാണെന്നുള്ളൊരു ഓപ്ഷൻ വന്നത് എന്തായിരിക്കും? അയ്യോ കൊള്ളായിരിക്കും, അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. അപ്പൊ ആദ്യം മഞ്ജു ചേച്ചിനെ കാണുക, എന്തായിരിക്കും പറയാ? ഒരുപാട് സന്തോഷം ഉണ്ട് കണ്ടതില്. ഞാൻ മീൻസ് എനിക്ക് മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മഞ്ജു വാര്യർ. അപ്പൊ എന്റെ ഡ്രീം ആയിരുന്നു എന്നൊക്കെ പറയും. എനിക്ക് നേരിട്ട് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ പറയും. അൻസുവിനെ വർക്കിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടർ എന്താണ്? ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ്? അത് മെയിനായിട്ട് നമ്മളിപ്പോ ഒരു വീട് ചെയ്തോണ്ടിരിക്കുക, അപ്പത്തേക്ക് ആരെങ്കിലും സൈഡിൽ കൂടെ ഒന്ന് ചളി ഇടിക്കും. ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട് മീൻസ് സ്റ്റാൻഡൊക്കെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ തന്നെ ഒരാൾ ചിലപ്പോൾ ഞാൻ തന്നെ അടിയോടെ അടിക്കുന്നു, പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടുകാരായിരിക്കും, ചിലപ്പോൾ പന്ന ആൾക്കാരടിക്കുക, കൂട്ടുകാരൊക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പം നന്ദു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനൊക്കെ ചളി പറഞ്ഞ അവൻ നല്ലോണം അത്യാവശ്യം അവനെല്ലാവരും ചളി അടിക്കാറുണ്ട്. അപ്പൊ ഇവൻ ഈ വീഡിയോ ഇടയ്ക്ക് ചളി പറഞ്ഞ് തുടങ്ങിയ മിണ്ടാരിടാന്ന് പറഞ്ഞാലും അവൻ മനസ്സിൽ കൂടെ മീൻസ് ഒച്ചൊറച്ച പറഞ്ഞ് തീരാതെ നിർത്തൂല. അതാണ് അതെനിക്ക് കുറച്ച് ദേഷ്യം വരും. മറ്റേ സ്ട്രിക്റ്റ്, പക്ഷെ നല്ലതാ, പക്ഷെ എനിക്കിഷ്ടം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ ആണോ? അല്ല 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 അല്ല. ഇപ്പൊ ആരെങ്കിലും ഒക്കെ തെറ്റിച്ച ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവരെയൊക്കെ ഒരുപാട് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. ശരിക്കും ഭയങ്കര കഴിവാണ് കേട്ടോ. ഇപ്പം ഒന്നും ചെയ്യാതെ ഇപ്പം വീട്ടിലൊക്കെ ഒന്നും ചെയ്യാതിരുന്ന ചേച്ചിമാരെ അമ്മൂമ്മമാരെയൊക്കെ ഇത്രയും ആക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അൻസുവിന്റെ കഴിവാണ്. അൻസുവിന്റെ മാത്രം കഴിവാണോ അതോ അവരുടെയും കൂടെ? അവർക്കും കഴിവുണ്ട്, എനിക്കും കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. അമ്മമാര് മീൻസ് ഞാൻ പറയണ മനസ്സിലായില്ലെങ്കിൽ അമ്മയാണ് പറയാറ്. അമ്മമ്മമാർക്ക്. ഓക്കെ. ഇവരൊക്കെ ഒരുപാട് ടേക്ക് പോകാറുണ്ടോ അമ്മമാരെയൊക്കെ അഭിനയിപ്പിക്കുമ്പോ? ഒന്നാമത് ഇവര് എല്ലാരും നല്ല റിയാലിറ്റി ആയിട്ടാണ് ചെയ്യണത്. വലിയ ടേക്കില്ല, ചിലപ്പോ ചിലവരൊക്കെ ഉള്ളൂ, എന്നാലും അത്രയൊക്കെ ടേക്കൊന്നും പോറില്ല. പിന്നെ എന്റെ മനസ്സിലുള്ള ഒരു സംഭവം കിട്ടണ വരെ ഞാൻ ജീവിക്കും, അത്രേ ഉള്ളൂ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ഏതാ? ശുഭദിനം എനിക്ക് ഇഷ്ടമായി. പിന്നെ മറ്റേ കൺവിൻസിങ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മില്യനൊക്കെ അടുത്തിരിക്കുന്നത്, 5-6 മില്യൺ അത്രയൊക്കെ അടിച്ച ആ വീഡിയോയും എനിക്കിഷ്ടമായി. പിന്നെ മിച്ചർ പറക്കുന്ന. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉള്ള മറക്കാൻ പറ്റാത്ത ഒരു ചിരി അനുഭവം, ഫൺ ഇൻസിഡന്റ്. മിക്ക സിനിമ പോകുമ്പോഴത്തേക്കും ഈ കൗണ്ടർ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും മനസ്സിലും ജീവിതത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ ഷോട്ടൊക്കെ എടുക്കാൻ നേരത്ത് ആ മേക്കേഴ്സ് തന്നെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തന്നെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. ട്രെൻഡിനെ ഫോളോ ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡ് ആക്കുന്നതും രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ട്രെൻഡ് ഇപ്പൊ ഒരു സംഭവം ഉണ്ട്, മീൻസ് ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടെ വ്യൂസ് കിട്ടില്ല. അപ്പൊ ശുഭദിനൊക്കെ അങ്ങനെ കയറി. അപ്പൊ ആ സമയത്ത് ആ കൊച്ചു ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ. ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആരാ? അൻസുവിന്റെ ഫേവറേറ്റ് എനിക്ക് 2 പേരുണ്ട്. അല്ല, കുറെ പേരുണ്ട്. ഹാഷിറിന്റെ വീഡിയോസും അമീനൽ അവരുടെ വീഡിയോസും ജയകൃഷ്ണൻ ശ്രീകുമാർ അവരുടെയൊക്കെ വീഡിയോസ് എല്ലാവരും എനിക്കിഷ്ടം. നിർബന്ധിക്കാറുണ്ടോ അമ്മയോ അച്ഛനോ ഇത് ചെയ്യാൻ വേണ്ടിട്ട്? അതോ അങ്ങനെയില്ല, ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. മീൻസ് എന്നാ ചെയ്യെന്ന് പറഞ്ഞ് എന്നാ ഇപ്പൊ സമയം ഉണ്ടല്ല എന്നാ ഇപ്പൊ ചെയ്യ് അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയും പപ്പയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അനസുവിന് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അമ്മ പറയാണ് ഇത് പോയിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെയായിരിക്കും?
നീ എന്തൊക്കെ ഇത് കളിച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് വീഡിയോ ഷൂട്ട് ചെയ്തൂടെ, അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്തൂടെ, അല്ലെങ്കിൽ പഠിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടാവും. ദേഷ്യം മീൻസ് ഞാൻ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ ചുമ്മാ ഇരിക്കണേ ഓക്കെ, അല്ലാതെ പറയുകയാണെങ്കിൽ അല്ല, ചുമ്മാ ഇരിക്കണേ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, അതിന് ചെയ്യാനുള്ള നോക്കത്തു. ഇപ്പം കുറെ നേരമായിട്ട് ജയകൃഷ്ണൻ സാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും, ആരാണ് ജയകൃഷ്ണൻ സാർ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരുടെ ബാക്ക് ബോൺ ആണ്. കോമഡീസ് എന്ന് പറഞ്ഞൊരു ആ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഞങ്ങളെ സ്കിറ്റിന് ഗ്രൂമറായിട്ട് നിന്നാണ് സാറ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ സാറ് ഒന്നാമത് വീഡിയോ ക്രിയേറ്ററും കൂടെയാണ്, ജയകൃഷ്ണൻ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഈ സാറും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് സിനിമയൊക്കെ, പിന്നെ അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ സാറിനും സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നന്നായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതും, ഗ്രൂമറാണല്ലോ. അങ്ങനെ എന്നിട്ട് സാറോട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. എന്നിട്ട് സാറാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തോട്ട് തന്നത് ഞങ്ങൾക്ക്, ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ്. ചിലപ്പോൾ നിനക്ക് എൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് സാറ്. അപ്പോൾ സാറ് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും സജഷൻസ് ഒക്കെ ഉണ്ടോ ചോദിക്കാം, ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും. അങ്ങനെ ഇതാ നല്ലതായിരിക്കും, ഇതിനേക്കാളും കൂടുതൽ മറ്റേതായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഇനിയിപ്പം എന്താണ് അൻസുന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇനിയിപ്പം അങ്ങോട്ട്? എനിക്ക് നല്ലൊരു ആക്ടർ ആവണം, പിന്നെ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ നല്ല എനിക്ക് SI IPS അങ്ങനെയൊക്കെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടം. ഓക്കെ, ഒരു എല്ലാം വേണം. ഓക്കെ, പോലീസ് ആവുമ്പോഴത്തേക്ക് ആക്ടിങ് കരിയർ എങ്ങനെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതേ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പപ്പയുടെ അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞ് മെയിനായിട്ടും കയറിയിട്ട് എന്താ 3 മാസത്തേക്ക് ലീവ് എടുക്കും, അങ്ങനെ എന്തോ പറഞ്ഞു. 6 മാസോ 3 മാസോ ലീവ് എടുത്തിട്ട് ഇപ്പോഴേ ഫുൾ പ്ലാൻഡ് ആണല്ലേ? കുറച്ചൊക്കെ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനോട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ചെയ്യാവണമെന്ന്, പോലീസ് ആവണം. ഇപ്പൊ ഈ 3 മാസത്തെ ലീവിന്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ പറഞ്ഞു തന്നെയായിരിക്കോ? അച്ഛനാണോ പറഞ്ഞു തന്നെ ഐഡിയ? അച്ഛൻ പോലീസാണെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ പപ്പായ്ക്ക് അറിയാം അതിനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും അൻസുന്റെ ഡ്രീം പോലെ പോലീസും ഈ പറഞ്ഞ പോലെ വലിയൊരു ആക്ട്രസും ഒക്കെ ആയിട്ട് നാളെ ഞങ്ങളുടെ മുമ്പിൽ വരട്ടെ. അപ്പൊ പോലീസായിട്ടുള്ള ഒരു ആക്ടർ നമുക്ക് കിട്ടാൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ ഭാവിയിൽ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു.